എന്താ ചെറിയച്ച, അങ്ങനല്ലേ വേണ്ടത്? ഒക്കെ ശരി തന്നെ. എല്ലാത്തിലും വലുത് നമുക്ക് വേണ്ടത് മനസമാനം തന്നെയാ, അല്ലേ നീരജ? അത് കളഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളെ ധ്വനിമോള് പോലും മോളി പേടിച്ചിടന്ന് ഉറങ്ങാണ്, അറിയോ? നാളെ അഷിക്ക് ഒരു കുഞ്ഞു കൂടി ജനിക്കും. ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എങ്ങനെയാവുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാത്തിനും കാരണം ദേ ആ നിൽക്കുന്ന കിരണും ദുർഗയാ. ഇവരാ പൂർണിമേച്ചെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നേ. അതെ അതെ, ഇവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണോ പൂർണിമയുടെ കാര്യം? ആരും കിരണിനെയും ദുർഗയും കുറ്റം പറയണ്ട. ഞാൻ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ. ഇവരുടെ കാര്യം ആരെങ്ങനെയൊക്കെ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും ആ മിനിസ്റ്ററുടെ യഥാർത്ഥ മുഖം ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. പൂർണിമേ, നീ പറയുന്ന എല്ലാം ശരി തന്നെയാ. പക്ഷെ ജീവൻ ആപത്ത് വരുമ്പോ പേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ റെഡിയാക്കാം. പക്ഷെ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. നാളെ തന്നെ തെളിവുകളെല്ലാം ന്യൂസിൽ വരും. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും. എനിക്കും ഈ കുടുംബത്തിനും എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോ ഏതോ ഒരു ശക്തി നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ വരാറുണ്ട്. അത് ആരാ എന്താന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിന്റെ കാരണം എനിക്കറിയാം. നമ്മൾ ചെയ്യുന്ന നന്മകളാ നമുക്ക് ആ സംരക്ഷണം തരുന്നേ. ഈ കാര്യത്തിലും ആ അദൃശ്യ ശക്തി നമുക്ക് സംരക്ഷണം തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം എന്റെ ഭാഗത്ത് ശരികളുണ്ട്, നന്മയുണ്ട്. ഇവരുടെ കാര്യം ഇന്ന് വന്നത് മേനൊരു ആൾക്കാരെല്ലാം തോന്നുന്നു. പെൻഡ്രൈവ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ചിലപ്പോ മന്ത്രിയുടെ ആൾക്കാരെ അയച്ചതാവും. ആരുടെ ആൾക്കാരായാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് അടി വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തേ പറ്റൂ. നല്ല ക്ഷീണം. ഇനി ഉള്ള സമയത്ത് കിടന്ന് ഉറങ്ങാം. ഒക്കെ വന്നിട്ട് വയ്യ. എന്നാലേ ടെറസിലോട്ട് പോയിക്കോ. ഞാൻ മറന്നു വിചാരം? അയ്യേ, താനിതുവരെ അത് വിട്ടില്ലേ? ഞാനൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലല്ല. ഇയാളൊന്നും മറക്കണ്ട. എന്നോട് വെറുതെ വഴക്കൂടെ വരാതിരുന്നൂടെ? ഞാൻ ഒരു വഴക്കം ഉണ്ടാക്കുന്നില്ല. ഭാവിയില് കിരണിന്റെ അഞ്ജലിയുടെയും ജീവിതത്തില് വഴക്കുണ്ടാകാതിരിക്കാനാ പറയുന്നത്. തനിക്ക് അത്ര നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പോവാം. പക്ഷേ ഇപ്പൊ വന്ന പോലെ പിന്നെയും പിന്നെയും ഗുണ്ടകൾ വന്നാ ഉറങ്ങിക്കിടക്കുന്നതിനെ എന്തെങ്കിലും ചെയ്താ? എന്നാ ഞാൻ പോവാല്ലേ? വേണ്ട, ഇവിടെ തന്നെ കിടന്നു. ഇനിയിപ്പോ ഞാൻ കാരണം വെറുതെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കൂട്ടണ്ട. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നോട് ഇഷ്ടമുള്ളണ്ടല്ലേ താൻ അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കുന്നത്? ഈയിടെ ആരാ അങ്ങനെ പറഞ്ഞു? ഞാൻ തന്നെ. ഏനാലേ അങ്ങനെയല്ല. ഒരു പെണ്ണിന്റെ മനസ്സറിയാവുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ കല്യാണം കഴിയുമ്പോ ആ കുട്ടി വേദനിക്കാൻ പാടില്ലല്ലോ. താൻ പോടോ. ഓക്കെ, സമയം കളയാതെ പോയി ഉറങ്ങാൻ നോക്ക്. കിന്നരിക്കാൻ വന്നേക്കുന്നു. ഈ വീട്ടിലുള്ളവരെ അല്ലാതെ ആരെയും അകത്തേക്ക് വിടരുത്. എല്ലാവരെയും പരിചയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഇപ്പൊ എല്ലാവരും ഹാളിലെത്തും. ശരി സാർ. ഞാൻ അവരോട് സംസാരിച്ച ശേഷം ഏത് രീതിയിൽ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ സാർ. നിങ്ങളോട് വെയിറ്റ് ചെയ്യും സാർ. ഈ വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലെന്ന് തോന്നല അഷി. ഇതിലും ഭേദം നമ്മുടെ വീട് തന്നെയാ. കാശും പത്രാസും ഒക്കെ ഉണ്ടായാ അതിന്റെ ഒപ്പം ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാവുമോ? ആർക്കറിയാം. ഈ വീട്ടില് മര്യാദയ്ക്ക് എല്ലാവർക്കും കഴിയാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്തിനാ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും ഇല്ല. അതെങ്ങനെയാ? ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ കിരണും ദുർഗയാ. പിന്നെ ആ പൂർണിമയുടെ അഹങ്കാരവും. അതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. സല്യൂട്ടാ.